കാർഷിക വാർത്തകൾ. കേരളത്തിൽ തേങ്ങയുടെ വില കുതിച്ചുയരുന്നു. ഓണക്കാലത്ത് തുടങ്ങിയ വിലക്കയറ്റം ഓണം കഴിഞ്ഞും തുടരുകയാണ്. തേങ്ങയുടെ വില കൂടുന്നതിനനുസരിച്ച് കൊപ്രയുടെയും വെളിച്ചെണ്ണയുടെയും വിലയിലും വർധനവുണ്ടാവുകയാണ്. ഓണം കഴിഞ്ഞിട്ടും വിപണിയിൽ തേങ്ങയ്ക്ക് തീവിലയാണ്. നിലവിൽ 82 രൂപ മുതൽ 90 രൂപ വരെയാണ് കിലോയ്ക്ക് വില. കേരളത്തിൽ തെങ്ങുകൾക്ക് വ്യാപകമായി രോഗം ബാധിച്ചതോടെ ഏറെക്കാലമായി തേങ്ങയുടെ ഉൽപ്പാദനം താഴേക്കാണ്. തേങ്ങയ്ക്കായി പ്രധാനമായും തമിഴ്നാടിനെയാണ് ആശ്രയിച്ചിരുന്നത്. ഇവിടെ നിന്നുള്ള തേങ്ങയുടെ വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം. തേങ്ങയുടെ വില വർധനവ് വെളിച്ചെണ്ണയിലും പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട്. 390 രൂപ മുതൽ 440 രൂപ വരെയാണ് വെളിച്ചെണ്ണ വില. വരും ദിവസങ്ങളിൽ ഉയരുമെന്ന സൂചനയാണ് വ്യാപാരികൾ നൽകുന്നത്. തേങ്ങയുടെ ചില്ലറ വില 82 രൂപയായി ഉയർന്നെങ്കിലും സാധാരണ കർഷകർക്ക് മൊത്തക്കച്ചവടക്കാർ 55 രൂപയിൽ താഴെ നൽകുന്നുള്ളൂ. തമിഴ്നാടൻ തേങ്ങയാണ് വ്യാപകമായി വിപണിയിലുള്ളത്. തൂക്കം കൂടുതലാണെങ്കിലും കാമ്പും രുചിയും കുറവാണ്. വേഗം കേടാകുമെന്നതിനാൽ കൂടുതൽ വാങ്ങാനും കഴിയാത്ത സാഹചര്യമാണ്. തെങ്ങ് കയറ്റുകൂലി വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം തേങ്ങയിടുന്നതിന് പോലും പലരും തയ്യാറാകുന്നില്ല. കൊപ്രക്ഷാമമാണ് വെളിച്ചെണ്ണ വില ഉയരാൻ കാരണം. കരിക്കിന് ഡിമാൻഡ് കൂടിയതും തേങ്ങാപ്പാൽ, തേങ്ങാപ്പൊടി, മറ്റു സൗന്ദര്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലേക്ക് തിരിഞ്ഞതും വില ഉയരാൻ കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏലക്കയുടെ വില കുത്തനെ ഇടിഞ്ഞതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇടുക്കിയിലെ ഏലം കർഷകർ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഉൽപാദനത്തിൽ വർധനവുണ്ടെങ്കിലും വില സ്ഥിരതയില്ലാത്തതും ഉൽപാദന ചെലവ് വർദ്ധിച്ചതും കർഷകരുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉയർന്നു നിന്ന ഏലം വിലയാണ് രണ്ടാഴ്ചയായി ഇടിവ് തുടരുന്നത്. 3500 രൂപയോളം ഉയർന്ന വിലയും 2700 രൂപയ്ക്ക് മുകളിൽ ശരാശരി വിലയും ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 2300 രൂപയാണ് ശരാശരി വില ലഭിക്കുന്നത്. വെള്ളിയാഴ്ച RNS സ്പൈസസ് നടത്തിയ ഈ ലേലത്തിൽ 2794 രൂപയാണ് ഗുണമേന്മയേറിയ ഏലയ്ക്കായ്ക്ക് ഉയർന്ന വിലയായി ലഭിച്ചത്. കടുത്ത വേനലും തുടർന്നുണ്ടായ അതിവർഷവും മൂലം മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഏലയ്ക്ക ഉൽപാദനം കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ ഇടവിട്ടുള്ള മഴയോടുകൂടിയ അനുകൂല കാലാവസ്ഥയും മികച്ച പരിചരണവും ലഭിച്ചതോടെ ഉൽപാദനം ഉയർന്നു. കമ്പോളത്തിലും ലേലത്തിലും എത്തുന്ന ഏലക്കായുടെ അളവ് വർദ്ധിച്ചതോടെയാണ് ഏലം വില നേരിയ ഇടിവ് കാണിച്ചു തുടങ്ങിയത്. നിലവിൽ ലഭിക്കുന്ന വില കർഷകർക്ക് ആശ്വാസകരമാണെങ്കിലും വിലയിടിവ് തുടർന്നാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. 2019 ഓഗസ്റ്റ് 3-നാണ് ഏലത്തിന് റെക്കോർഡ് വില ലഭിക്കുന്നത്. അന്ന് പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ഈ ലേലത്തിൽ കിലോയ്ക്ക് 7000 രൂപ ലഭിച്ചിരുന്നു. കട്ടപ്പന, അണക്കര കമ്പോളങ്ങളിൽ 6000 രൂപയോളം വിലയും ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മലയോര മേഖലയിൽ നിന്നും പടിയിറങ്ങി മഞ്ഞൾ കൃഷി. ഉൽപാദന ചെലവിലുണ്ടായ വർധനവാണ് കർഷകരെ കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത്. നാടൻ മഞ്ഞളിന്റെ ലഭ്യത കുറഞ്ഞതോടെ ഗുണനിലവാരമില്ലാത്ത കയറ്റുമതിയിൽ മഞ്ഞൾ വിപണികളിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. പച്ചമഞ്ഞളിന് കിലോയ്ക്ക് 25 മുതൽ 30 രൂപ വരെയാണ് വില. ഉണങ്ങിയ മഞ്ഞളിന് ഗുണനിലവാരമനുസരിച്ച് 200 മുതൽ 250 രൂപ വരെ ലഭിക്കാറുണ്ട്. എന്നാൽ മഞ്ഞൾ പേരിനു മാത്രമാണ് കമ്പോളത്തിലെത്തുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. 5 വർഷം മുമ്പ് വരെ വൻതോതിൽ നാടൻ മഞ്ഞൾ ഹൈറേഞ്ചിലെ കമ്പോളങ്ങളിലെത്തിയിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഏലം, കുരുമുളക് എന്നിവയുടെ വില ഉയർന്നതോടെ പലരും ഇഞ്ചിക്കണ്ടങ്ങൾ ഉഴുതുമറിച്ച ശേഷം ഏലത്തൈകൾ നട്ടു. ഇതോടെ ഗുണമേന്മേറിയ നാടൻ മഞ്ഞൾ കേട്ടുകേഴ്വിയായി. ഗുണം കുറഞ്ഞ മഞ്ഞളാണ് നിലവിൽ മലയോര വിപണികളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. പാലക്കാട്ടു നിന്നും തമിഴ്നാട്ടിൽ നിന്നുമാണ് മഞ്ഞൾ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ എത്തുന്നത്. ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും മഞ്ഞൾ കൃഷിയുടെ ഉൽപാദന ചിലവ് താങ്ങാനാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. ഇടക്കാലത്തുണ്ടായ മലഞ്ചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിലയുടെ വർധന പണിക്കൂലി കുത്തനെ ഉയർത്തി. കാലാവസ്ഥാ വ്യതിയാനവും ചാണകം ഉൾപ്പെടെയുള്ള ജൈവവളങ്ങളുടെ വില വർധനവും കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തേയില ഉൽപാദനത്തിൽ ഇടിവെന്ന് റിപ്പോർട്ട്. ഉൽപാദനം 170.12 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞു. ഓഗസ്റ്റ് മാസത്തിലെ തേയില ഉൽപാദനത്തിൽ ഇടിവ്. ടീ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം ഉൽപാദനം 170.12 ദശലക്ഷം കിലോഗ്രാമായാണ് കുറഞ്ഞത്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഉൽപാദനം 184 ദശലക്ഷം കിലോ ആയിരുന്നു. ഓഗസ്റ്റിൽ ആസാമിലെ ഉൽപാദനം 104.46 ദശലക്ഷം കിലോഗ്രാമിൽ നിന്ന് നേരിയ തോതിൽ കുറഞ്ഞ് 103.52 ദശലക്ഷം കിലോഗ്രാമിലെത്തി. പശ്ചിമ ബംഗാളിൽ ഉൽപാദനം 45.9 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞു.
കഴിഞ്ഞ വർഷം ബംഗാളിൽ ഇതേ കാലയളവിൽ 56 ദശലക്ഷം കിലോ തേയില ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഓഗസ്റ്റിൽ ഉത്തരേന്ത്യയിലെ തേയില ഉൽപ്പാദനം 153.99 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വിഭാഗം തിരിച്ചുള്ള കണക്കുകൾ പ്രകാരം വടക്കേ ഇന്ത്യയിലെ CTC ഇനത്തിന്റെ ഉൽപ്പാദനം ഓഗസ്റ്റിൽ 135.59 ദശലക്ഷം കിലോഗ്രാമായി കുറഞ്ഞു. 2024 അതേ മാസത്തിൽ ഇത് 150.76 ദശലക്ഷം കിലോഗ്രാമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ CTC തേയിലയുടെ ഉൽപ്പാദനം ഓഗസ്റ്റിൽ 13.13 ദശലക്ഷം കിലോയായി കുറഞ്ഞു. അതേസമയം ഓഗസ്റ്റിൽ രാജ്യത്തെ ഓർത്തഡോക്സ് ഇനങ്ങളുടെ ഉൽപ്പാദനം 19.22 ദശലക്ഷം കിലോഗ്രാമായി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് 15.81 ദശലക്ഷം കിലോഗ്രാം ആയിരുന്നുവെന്ന് ഡാറ്റ വ്യക്തമാക്കുന്നു. പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനമാണ് തേയില ഉൽപ്പാദനത്തിന് തിരിച്ചടിയായത്. കനത്തതും ക്രമരഹിതവുമായ മഴ തേയിലത്തോട്ടങ്ങളിൽ വിനാശം വിതച്ചു. ഇത് ഡാർജിലിംഗ് കുന്നുകൾ പോലുള്ള ചില പ്രദേശങ്ങളിൽ ഉൽപ്പാദനം കുറയാൻ കാരണമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം RSS 4 187, RSS 5 183, ലാറ്റക്സ് 126, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 68,400, കുരുമുളക് അൺഗാർബിൾ 66,400, ഏലക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 36,400, കൊപ്ര 22,700, ചുക്ക് 24,000.